ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മോഹൻലാൽ ശോഭനയല്ല കേട്ടോ, ഞാനും എൻ്റെ സ്വന്തം കെട്ടിയവനുമാണ്. രാവിലെ ഇടണമെന്ന് വിചാരിച്ച പൂക്കളം ഉച്ച കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ഏകദേശം 1 മണിയോടെ ഞങ്ങൾ പൂക്കളത്തിൻ്റെ പണി തീർത്തു. എല്ലാവരും കൂടെ കുളിച്ചൊരുങ്ങി റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്നത് മമ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഓണസദ്യ അവിടെ ആക്കാമെന്നാണ് തീരുമാനം. അപ്പോൾ അതുകൊണ്ട് അവിടെ ആൻറ്റി അങ്കിളും പിള്ളേരും അമ്മച്ചിയെല്ലാം നമ്മളെ നോക്കി ഓണസദ്യയൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സദ്യ ഉണ്ടായിരിക്കുന്ന ഭാഗം കേട്ടോ. എന്ത് പറഞ്ഞാലും ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ഓണസദ്യ കഴിക്കുമ്പോൾ അതിൽ 2 ചിക്കൻ പീസ് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതാണ് എൻ്റെ ഇലയിൽ കാണുന്ന ചിക്കൻ പീസ്. അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പപ്പടവും പായസവും എല്ലാം കൂടെ കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ച് സൂപ്പർ. അങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു ഷോ കഴിഞ്ഞു. അപ്പോഴാണ് ഇവനൊന്നും കൊടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചു. അവൻ്റെ ഫസ്റ്റ് ഓണമാണല്ലോ. അവനെന്നാൽ ഇച്ചിരി എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ എപ്പോഴും കാണിക്കുന്നത് തന്നെ വേണ്ട എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അവനെങ്ങനെ പറഞ്ഞാലും നമ്മൾ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ തൊട്ട് നോക്കി കുറച്ച് പുളിയിഞ്ചി അവൻ്റെ വായിൽ ഞാൻ കുത്തിക്കയറ്റി. പെട്ടെന്നാണ് വടക്കുന്നതിൻ്റെ പൂക്കളം കാണാൻ പോകണം എന്നുള്ള ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചത്. വളരെ വലിയ മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായി. കാരണം ഇന്നവിടെ പൂക്കളയിലായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണ വിശേഷങ്ങൾ. സ്വന്തം ദിവ്യ.